ഗ്രാനി, ഗ്രാനി, എവിടെയാ? I want to see you. കണ്ണും തിരുമ്മിക്കൊണ്ട് മുകളിലത്തെ മുറിയിൽ നിന്നും സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്ന കുട്ടിയിലായി ബാക്കി മൂവരുടെയും ശ്രദ്ധ. പെട്ടെന്നാണ് എന്തോ സ്ട്രൈക്ക് ചെയ്തതുപോലെ ഐഷു ആ കുഞ്ഞിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നത്. വാവ്, ഇതാണോ ആ കുഞ്ഞ്? കറക്റ്റ് ഇവിടുത്തെ സാറിനെ പോലെ തന്നെ ഉണ്ടല്ലോ. എന്റെ കർത്താവേ, കള്ളങ്ങളുടെ ഒരു ചീട്ടുകൊട്ടാരം തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരിക്കലും പൊളിയല്ലേ. മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഐഷുവിനെ അപ്പോഴാണ് കുക്കി ശ്രദ്ധിച്ചത്. ജിയുടെ രൂപത്തിൽ നിൽക്കുന്ന ഐഷുവിനെ കണ്ട് കുക്കിയുടെ കണ്ണുകൾ വിടർന്നു. കുക്കി ഓടി വന്ന ഐഷുവിനെ വാരിപ്പുണർന്നു. അവനവന്റെ സ്നേഹം ചുംബനങ്ങളാൽ ഐഷുവിന് പകർന്നു നൽകിക്കൊണ്ടേയിരുന്നു. വാവേ, ഇങ്ങ് നോക്കിയേ, മമ്മി ഇനി പൊന്നിനെ വിട്ട് എങ്ങും പോവില്ല. എന്തിനാ കരയുന്നേ? ഇവിടെ നോക്കിക്കേ, മമ്മി വന്നില്ലേ? ഇരുവർക്കും ഇടയിലുള്ള ഇന്ററാക്ഷൻസ് കണ്ട് അവിടെ നിന്ന് തെവിന്റെയും തെവിന്റെ അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. മമ്മിയെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. മമ്മി എന്താ എന്നെ കാണാൻ വരാഞ്ഞേ? ഞാൻ ബോർഡിങ്ങിലെന്ന് വരുമ്പോഴൊക്കെ ഞാൻ മമ്മിയെ ചോദിക്കും. അപ്പോഴൊക്കെ പപ്പ മമ്മിയെ കാണാൻ സമ്മതിക്കില്ല. അത് മമ്മി ദൂരൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ മമ്മിയുടെ കുക്കിമോൻ ഇവിടെ വരുന്നത് മമ്മി അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കുക്കിമോൻ വന്നെന്നറിഞ്ഞപ്പോഴാ മമ്മി ഓടി വന്നത്. ആണോ? എങ്കിൽ മമ്മി ഇനി ആ ദൂര സ്ഥലത്ത് പോവണ്ട. മമ്മി കുക്കിമോന്റെ കൂടെ നിന്നാ മതി കേട്ടോ. മമ്മിയെ ഒരുപാട് മിസ് ചെയ്തു കുക്കിമോൻ. ഇനി മമ്മിയെ മിസ് ചെയ്യില്ല കേട്ടോ. മമ്മി കുക്കിമോൻ പോകുന്നത് വരെ കുക്കിമോന്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടേ മമ്മി തിരിച്ചു പോകുന്നുള്ളൂ. അപ്പൊ മമ്മിക്ക് പപ്പയെ ഇഷ്ടമല്ലെന്ന് പപ്പ പറഞ്ഞത് സത്യമാണല്ലേ? പപ്പ പറഞ്ഞായിരുന്നു മമ്മിക്ക് പപ്പയെ ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് മമ്മി വേറെ ദൂര സ്ഥലത്ത് പോയി നിൽക്കുന്നതെന്ന്. അപ്പൊ ഞാൻ പോയി കഴിയുമ്പോ പപ്പയെ ഇഷ്ടമല്ലാത്തോണ്ട് മമ്മി തിരിച്ചു പോകുമല്ലേ? മുട്ടെന്ന് ഉരിഞ്ഞില്ലെങ്കിൽ ഒടുക്കത്തെ ബുദ്ധിയാണ്. എന്ത് പറയും എന്റെ കർത്താവേ ഞാൻ. മമ്മിക്ക് അങ്ങനെയൊന്നുമില്ല. മമ്മി ജോലി ചെയ്യുന്നത് വേറെ സ്ഥലത്തല്ലേ. അപ്പൊ മമ്മിക്ക് എപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ പപ്പയെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. മമ്മിക്ക് മമ്മിയുടെ കുക്കിമോനെ ഇഷ്ടമായതുപോലെ മമ്മിയുടെ കുക്കിമോന്റെ പപ്പയെ ഇഷ്ടമാണല്ലോ. മതി. ഒരുപാട് വർത്താനം പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. എൻ്റെ കുക്കിമോൻ പല്ല് തേച്ചില്ലല്ലോ. നമുക്ക് പല്ല് തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി എന്തായാലും മമ്മി കുക്കിമോൻ്റെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് കുക്കിമോൻ ടെൻഷൻ ആവണ്ട കേട്ടോ. ബാബാ. അതും പറഞ്ഞ കുക്കിയും വലിച്ചുകൊണ്ട് മുകളിലത്തെ മുറി ലക്ഷ്യമാക്കി ഐഷു നടന്നു. ദേവി, മോൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ആ ചെറുക്കനോട് ചോദിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അവനെല്ലാം പിടിച്ചു നിൽക്കുമോ? അതോ അവന്റെ കയ്യിൽ നിന്നെല്ലാം പോകുമോ മോനെ? എനിക്കൊന്നും അറിയില്ല മമ്മി, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എന്തൊക്കെ പറഞ്ഞാലും അവരങ്ങോട്ട് നടന്നു പോയപ്പോൾ ശരിക്കും ജിയമോടെ കൂടെ കുക്കിമോൻ പോകുന്ന പോലെ തോന്നി എനിക്ക്. അല്പസമയത്തിന് ശേഷം മമ്മി പറഞ്ഞതുപോലെ ഞാൻ പല്ലും തേച്ചു, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു, കുളിച്ച് ഫ്രഷായി. ഇനി ഞാൻ പറയുന്നതെല്ലാം മമ്മി കേൾക്കണം. മമ്മി എന്റെ ടോയ്സ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇങ്ങോട്ടാ കാണിച്ചു തരാം. ആ
ഷെൽഫിലിരിക്കുന്ന മുഴുവനും എനിക്ക് ഇഷ്ടപ്പെട്ട ടോയ്സാ. എല്ലാം പപ്പ വാങ്ങി തന്നതാ. പിന്നെ അവിടെ ഇരിക്കുന്ന ബുക്സ് എനിക്ക് ഇഷ്ടമില്ലാത്ത ബുക്സാ, അതും എല്ലാം പപ്പ വാങ്ങി തന്നതാ. പിന്നെ അപ്പുറത്തിരിക്കുന്ന ഷെൽഫിൽ ആ ഡ്രസ്സൊക്കെ കണ്ടോ, പാപ്പ വാങ്ങി തന്നതായിരിക്കും. അതെ, മമ്മിക്ക് എങ്ങനെ മനസ്സിലായി? മമ്മി യു ആർ ബ്രില്യന്റ്. എപ്പോഴും പപ്പ പറയും എനിക്ക് മമ്മിയുടെ ബുദ്ധിയാ കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പൊ നിന്റെ മമ്മി അത്രയ്ക്ക് മണ്ടിയായിരുന്നു. കർത്താവേ, ഞാനും ഇനി അങ്ങനെ അഭിനയിക്കണം. മമ്മി എന്താ ആലോചിക്കുന്നത്? ഞാനൊന്നും ആലോചിക്കുന്നില്ല. ഇനി പാപ്പ വാങ്ങി തന്ന പല സാധനങ്ങളും ഇല്ലേ, അതൊക്കെ ഒന്ന് കാണിച്ചേ. അത് എനിക്ക് വേണ്ട എല്ലാ സാധനവും വാങ്ങി തരുന്നത് പപ്പയാ. അപ്പൊ ഇവിടെ കാണുന്ന എല്ലാം എനിക്ക് പപ്പ വാങ്ങി തന്നതാ. മമ്മി കണ്ടോ, ഈ ബെഡ് കണ്ടോ, പിന്നെ പിന്നെ എന്റെ സ്റ്റഡി ടേബിൾ കണ്ടോ, എല്ലാം പപ്പ വാങ്ങി തന്നതാ. മമ്മി എന്താ എനിക്ക് വാങ്ങി തരിക? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതിനെന്താ, മമ്മി വാങ്ങിത്തരാലോ. ദൈവമേ, ടോപ്പിക്ക് എങ്ങനെയെങ്കിലും ജയിക്കുക. മോന്റെ പപ്പയ്ക്ക് മോനോട് എത്ര വലിയ ഇഷ്ടമുണ്ട്. കണ്ടോ, ഇതെല്ലാം മോന് വാങ്ങി തന്നതാ. മോനെല്ലാം വാങ്ങിത്തരും, പക്ഷേ പപ്പയ്ക്ക് മോനോട് ഇത്തിരി പോലും ഇഷ്ടമില്ല. മോൻ പപ്പയോട് സ്നേഹത്തോടെ ഒരു ഉമ്മ ചോദിച്ചാൽ പോലും പപ്പ അത് തരത്തില്ല. പോയി കിടന്ന് ഉറങ്ങാൻ പറയും. പപ്പയുടെ കൂടെ മോനെ കിടത്തി ഉറക്കത്തുമില്ല. മോൻ ഈ മുറിയിലാ കിടന്നുറങ്ങുന്നു. ഒറ്റയ്ക്ക് കിടക്കാൻ മോന് പേടിയാകുമ്പോ ഗ്രാൻഡ്മ വന്ന് കൂടെ കിടക്കും. അത് കേട്ടത് ഐഷുവിന്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞു. അവനൊരു ദയനീയതയോടെ കുക്കിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി മമ്മി ഉണ്ടാകുമല്ലോ കൂടെ. എൻ്റെ കുക്കിമോനെ മമ്മി ഒരിക്കലും ഒറ്റയ്ക്ക് കിടക്കത്തില്ല കേട്ടോ. മമ്മിക്കും കുക്കിമോനും കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. സത്യമായിട്ടും അപ്പേന് ഗ്രാൻഡ്മ ഉണ്ടല്ലോ, നമുക്ക് ഗ്രാൻഡ്മയെ ഓടിക്കാം. ഗ്രാൻഡ്മയെ ഗ്രാൻഡ്മയുടെ മുറിയിലേക്ക് നമുക്ക് പറഞ്ഞുവിടാം. ഓക്കേ മമ്മി? ഡബിൾ ഓക്കെ. ഓഹോ, മമ്മി വന്നപ്പോഴേക്കും എന്നെ അടിച്ചു പുറത്താക്കാനുള്ള ഗൂഢാലോചന നടത്തുവാണല്ലേ രണ്ടുപേരും കൂടെ. എല്ലാം കേട്ടുകൊണ്ട് മുറിക്ക് അകത്തേക്ക് കയറി വരുന്ന ഗ്രാൻഡ്മയെ കണ്ടുകൊണ്ട് ഐഷു എണീറ്റ് നിന്നു. അത് മോൻ വെറുതെ ചുമ്മാ തമാശ പറഞ്ഞപ്പോ ഞാൻ കൂടെ. വിളറിയ മുഖത്തോടു കൂടി പറയുന്ന ഐഷുവിനെ കണ്ട് ജാനറ്റിന് ഉള്ളിൽ ചിരി മുട്ടിട്ടു. ജാനറ്റും ഐഷുവും കുക്കിയും കൂടെ പങ്കിട്ട നിമിഷങ്ങൾ ഒരുപാട് നേരമായിരുന്നു. സമയം കടന്നുപോയതേ മൂവരും അറിഞ്ഞതേയില്ല. സന്ധ്യയായപ്പോഴാണ് വാതിൽക്കല്ലൊരനക്കം കേട്ട് മൂവരും തിരിഞ്ഞു നോക്കുന്നത്. അയ്യോ, ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ പോന്നോ? നേരത്തെയോ? സമയം സന്ധ്യ കഴിഞ്ഞു. ഞാനും ദേവി ഇവിടെ എത്തിയിട്ട് 1 മണിക്കൂറിലേറെയായി. നിങ്ങളെ ആരും ഉമ്മറത്ത് കാണാഞ്ഞിട്ടാ ഞാൻ കുക്കിമോന്റെ മുറിയിലേക്ക് വന്നത്. ജിയമോള് വന്നെന്ന് ദേവി പറഞ്ഞായിരുന്നു. മുറിക്കുള്ളിലേക്ക് എബ്രഹാം കാലടിയെടുത്ത് വെച്ചതും അവിടെ നിന്ന് ബഹുമാനപൂർവ്വം ഐഷു എണീറ്റു നിന്നു. ഐഷുവിന്റെ മുഖം കണ്ട് എബ്രഹാം കണ്ണുകൾ വിടർത്തി അവനരികിലേക്ക് ചെന്നു. ജിയമോള്, എന്റെ ജിയമോള്. അയ്യോ, ഗ്രാൻഡ്മ എന്റെ മമ്മിയെ കണ്ട് ഷോക്കായി. ശരിക്കും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മോള്, എന്റെ ജിയമോള്. ഏതോ ഒരു ലോകത്തെന്ന പോലെ അത്ഭുതത്തോടുകൂടി കണ്ണുകൾ നിറച്ച് സന്തോഷത്തോടെ പറയുന്ന എബ്രഹാമിനെ കണ്ട് ജാനറ്റും ഐഷുവും ഒന്ന് ഭയന്നു. കാരണം അടുത്ത് കുക്കി നിൽപ്പുണ്ട് എന്നൊരു ഓർമ്മ പോലും ഇല്ലാത്ത മട്ടിലാണ് എബ്രഹാമിന്റെ പെരുമാറ്റം. അതിരുവരിലും ചെറിയൊരു ഭയം ഉളവാക്കി. പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുമെന്ന രീതിയിൽ ഐഷുവോടെ ഇടപെട്ടു. പപ്പയ്ക്ക് സുഖമാണോ? അതെ മോളെ, പപ്പയ്ക്ക് സുഖം തന്നെ. എന്റെ മോക്ക് സുഖമാണോ? എനിക്ക് സുഖം തന്നെയാ. ദൈവമേ, ഇയാൾ ഇത് കൊളവാക്കുമോ? പപ്പ കുക്കി മോനെ ഒന്ന് നോക്കിക്ക്. കറക്റ്റ് തെവിച്ചായന്റെ മുഖച്ചായ തന്നെ ഇല്ലേ? അപ്പോൾ കൂടി സ്വബോധത്തിൽ അല്ലാത്തതുപോലെയുള്ള എബ്രഹാമിന്റെ പെരുമാറ്റം കണ്ട് ഐഷു ഒന്ന് ഭയന്നു.
പെട്ടെന്ന് ഔചിത്യപൂർവ്വം എന്ന പോലെ ജാനറ്റ് അവിടെ ഇടപെട്ടു. ഈ ഇച്ചായൻ്റെ കാര്യം ഇമോഷണൽ വന്ന പെട്ടെന്ന് കണ്ണു നിറയ്ക്കും. ഇച്ചായൻ ഇങ്ങ് വന്നേ, ഞാനൊന്ന് പറയട്ടെ. അത് പറഞ്ഞുകൊണ്ട് ജാനറ്റ് അവൻ്റെ കൈകളിൽ പിടിച്ചു വലിച്ച് മുറിക്ക് പുറത്തേക്ക് പോയി. ഇരുവരും മുറി വിട്ട് പുറത്തോട്ടിറങ്ങിയത് ഐഷുവിൻ്റെ ഉള്ളിൽ ഒരാശ്വാസമുണ്ടാക്കി. എന്നാൽ വലിയൊരു കുരിശെന്ന പോലെ നമ്മുടെ കുക്കിമോൻ പുറകെ തന്നെ നിപ്പുണ്ട്. അയ്യോ, വലിയ പപ്പയുടെ സങ്കടം കണ്ടോ? മമ്മി വന്നോണ്ടാണോ വലിയ പപ്പ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? സോ സാഡ്. അതെ അതെ, വല്ലാത്തൊരു സങ്കടം തന്നെ. എൻ്റെ ഉള്ള ജീവൻ ഉള്ളപോലെ പോയി. മോൻ വാ, ഇനി ഡിന്നർ എന്തെങ്കിലും കഴിച്ച് മറികടന്ന് ഉറങ്ങാൻ നോക്ക്. ഓക്കെ, മമ്മി പറയുന്ന പോലെ നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. ഇപ്പൊ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം. അവിടെ വലിയ പപ്പയും ഡാഡിയും പിന്നെ ഗ്രാൻഡ്മ ഒക്കെ ഇരിപ്പുണ്ടാകും. നമ്മൾ ചെന്നില്ലെങ്കിൽ അവര് ഫുഡ് കഴിക്കില്ല. ഓക്കെ, എന്നാ വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ കോർത്തു പിടിച്ച് അവരിരുവരും ഡൈനിങ് ഹാൾ ലക്ഷ്യമാക്കി നടന്നു. ഡൈനിങ് ടേബിളിൽ അവരെ പ്രതീക്ഷിച്ച് 3 പേർ കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഐഷുവും കുക്കിയും അവർക്ക് അടുത്തായി ചെന്നിരുന്നു. കുക്കി ഇരുന്നത് ഐഷുവിനരികിലാണെങ്കിലും ഐഷു ഇരുന്നത് കുക്കിയുടെയും ടെവിൻ്റെയും നടുക്കാണ്. അതായത് ചെകുത്താനും കടലിനും നടുക്ക് എന്ന് പറയാം. കാണാതായപ്പോൾ രണ്ടുപേരെയും വിളിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ പോവുമായിരുന്നു. അപ്പോഴേക്കും രണ്ടുപേരും എത്തിയല്ലോ. ഫുഡ് എടുത്ത് കഴിക്കുമോനെ? കുക്കി മോനെ, കഴിക്കും മോനെ, ഫുഡ് എടുത്ത് കഴിക്കും മോളെ. ഞാനായിട്ട് തന്നെ ഇത് കുളവാക്കണ്ട, ഇവര് തന്നെ ഇത് കുളവാക്കിയേക്കോളാന്ന് തോന്നുന്നു. എടുത്ത് കഴിക്കാമേ. അത് ഞാൻ കുക്കി മോനെ എന്നല്ലേ വിളിച്ചേ. മമ്മിയെ കയറി ആരെങ്കിലും മോനെ എന്ന് വിളിക്കുവോ? നീ ഇരുന്ന് കഴിക്ക്. അല്ല, എന്റെ മുഖത്ത് നോക്കിയല്ല, മമ്മിയുടെ മുഖത്ത് നോക്കിയാ മോനെന്ന് വിളിച്ചേ. ഞാൻ കണ്ടല്ലോ. Shut up. Don't talk while eating. പല വട്ടം ഞാൻ നിന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്. ദേവി, അത് കുക്കി മോനെ, മമ്മിയെ കണ്ടിട്ട് കുറെ നാളായില്ലേ ഗ്രാനി. അതുകൊണ്ട് ഗ്രാനി മമ്മിയെ നോക്കിയെന്നേ ഉള്ളൂ. പക്ഷെ നിന്നോടാ പറഞ്ഞത്. അതാ നിനക്ക് അങ്ങനെ തോന്നി കേട്ടോ. മോനിരുന്ന് കഴിക്കുക. ആണോ? ഞാൻ കരുതി ഇനി മമ്മി ബോയ് ആയോന്ന്. അതാ ഞാൻ ഗ്രാനിയോട് ചോദിച്ചത്. അല്ലെങ്കിലും ഗ്രാൻഡ്പ പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ്പ. താങ്ക് യു. നല്ല കുട്ടിയായിട്ട് ഫുഡും കഴിച്ച് ദാ പാലും ഇരിക്കുന്ന കുടിച്ചിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങുക കേട്ടോ. ഓക്കേ ഗ്രാൻഡ്പ. മമ്മി വേഗം ഫുഡ് കഴിക്ക്. എന്നിട്ട് നമുക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണ്ടേ മമ്മി പറഞ്ഞ പോലെ? ഓക്കെല്ലോ, വേഗം കഴിക്കാം കേട്ടോ. മോനും വേഗം കഴിക്കുക. അത് കേട്ടതും ബാക്കി മൂവരും ഒന്ന് ഞെട്ടി. അതിനുശേഷം ഐഷുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അല്ല ജിമോളെ, നീ കുക്കിയുടെ കൂടെയാണോ കിടക്കുന്നത്? അതെ മമ്മി. എന്താ ചോദിച്ചത്? അല്ല, അതെങ്ങനെ ശരിയാകും? ഇവിടെ നീ അവൻ്റെ കൂടെ കിടന്ന അത് ശരിയാവില്ല മോളെ. മോളൊരു കാര്യം ചെയ്യ്, തെവിമോൻ്റെ കൂടെ കിടന്നാൽ മതി. അതെന്തിനാ മമ്മി എന്റെ കൂടെയാ കിടക്കുന്നേ? ഞാനും മമ്മിയും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പോവാ. ഗ്രാനി, ഗ്രാനി യു ആർ ബാഡ്. ഓ, വരവ് വെച്ചിരിക്കുന്നു. ഞാൻ ബാഡ് ആയിക്കോട്ടെ, എന്നാലും അമ്മയും മോനും കൂടെ അങ്ങനെ കിടക്കണ്ട. അമ്മമാർ ഒരു പരിധി കഴിഞ്ഞാൽ മക്കളുടെ കൂടെ കിടക്കരുത്, അങ്ങനെയുണ്ട്. അതുകൊണ്ട് നീ നിന്റെ റൂമിൽ എന്നും കിടക്കുന്ന പോലെ അങ്ങ് കിടന്നേച്ചാൽ മതി. അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ പോയി കിടക്കട്ടെ. പിന്നെ ഒരു ഭർത്താവ്, അതിന്
മോനെ മമ്മി മോൻ എൻ്റെ കൂടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. കുക്കി കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കൈ കഴുകുക. കേടാ. ഓക്കെ മമ്മി, മമ്മി ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കൈ കഴുകി ബ്രഷ് ചെയ്തിട്ട് ഓടി വരാം. മമ്മി ഡാഡിയുടെ കൂടെ കിടക്കാൻ പോവണ്ട. അതും പറഞ്ഞ് കുക്കി ബാത്റൂം ലക്ഷ്യമാക്കി ഓടി. ഇതേ സമയം ദേഷ്യത്തോടുകൂടി തെവിൻ, യു ഇഡിയറ്റ്, താൻ എന്താ കുക്കിയുടെ കൂടെ കിടക്കാന്ന് പറഞ്ഞത്? താൻ ഈ വിക്കൊക്കെ വെച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ കൂടെ കിടക്കൂ? അപ്പോഴാണ് ഐഷുവിന് ആ കാര്യം ബോധ്യം വന്നത്. അയ്യോ സത്യമാണല്ലോ സാർ, ഞാൻ ആ കാര്യം ഓർത്തില്ല. ഇനി എന്തു ചെയ്യും? അയ്യോ ഞാൻ സാധാരണ അഴിച്ചു വെച്ച് കിടക്കുന്ന പോലെ ഓർക്കാതെ കിടന്നേനെ. അയ്യോ ഞാൻ കുക്കിമോനോട് കൂടെ കിടക്കാന്ന് പറഞ്ഞും പോയല്ലോ. ഇനി എന്തു ചെയ്യും സാർ? എന്നോടാണോ ചോദിക്കുന്നത്? ഒരു ഓർമ്മയില്ലാതെ എല്ലാം ചാടിക്കേറി പറഞ്ഞിട്ട് അവസാനം ഏത് നേരത്താണോ തന്നെ വിളിച്ച് പെരുക്കിയത് കയറ്റാൻ തോന്നിയത്? ഇത് കേട്ടതും സങ്കടത്തോടുകൂടി ഐഷുവിന്റെ തല കുനിഞ്ഞു. അത് കണ്ട മാതാപിതാക്കൾക്കും വിഷമമുണ്ടായി. പെട്ടെന്ന് തന്നെ അവിടെ എബ്രഹാമിന്റെ ശബ്ദമുയർന്നു. ദേവി, അവനൊന്ന് ആദ്യമായിട്ട് വന്നതല്ലേ ഉള്ളൂ. അവൻ നാടകത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ് ജീവിതത്തിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോ അതിൻ്റെതായ മിസ്റ്റേക്കുകൾ ആ കുട്ടിക്കും ഉണ്ടാകും. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ആവശ്യമില്ലാതെ വായി കിടക്കുന്ന നാവ് കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്താ നീ മനസ്സിലാക്കാത്തത്? ഓക്കെ, ആരെന്താന്ന് വെച്ചാൽ കാണീര്. ഞാൻ ഇനി ഒരു അഭിപ്രായം പറയാൻ വരുന്നില്ല. പക്ഷേ പകലന്തിയോളം വെള്ളം കോരിയിട്ട് പഠിക്കല് കലോടയ്ക്കുന്ന പരിപാടി കാണിച്ച യു ഗോണ പേ ഫോർ ദിസ്. ഇതും പറഞ്ഞുകൊണ്ട് ഇരുന്ന കസേര ചവിട്ടിത്തള്ളി എഴുന്നേറ്റ് തെവിൻ അതീവ ദേഷ്യത്തോടുകൂടി അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. സാർ, ഞാൻ അറിയാതെ. സാരയില്ല മോനെ, എല്ലാവർക്കും ഓരോ അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നീ കഴിക്കുക. അതീവ ദേഷ്യത്തോടെ തന്റെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു തെവിൻ. ആ ചെറുക്കൻ എന്തൊക്കെ തന്നെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെ കുക്കിമോൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും? അവൻ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഡാഡി ഇത്രയ്ക്കും ചീപ്പാണെന്ന് അവൻ കരുതില്ലേ? നോ, അതിനൊരിക്കലും ഞാൻ അനുവദിക്കില്ല. എന്തായാലും ഇനി ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് വെച്ചകാൽ മുന്നോട്ട് തന്നെ. പിന്നോട്ട് ഞാൻ മാറാനും പോകുന്നില്ല, ഐസക്കിനെ ഇതിൽ നിന്ന് മാറ്റാനും പോകുന്നില്ല. ആലോചനകൾക്കിടയിലാണ് ആരോ കതവിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന തെവിൻ കാണുന്ന കാഴ്ച ദേഷ്യത്തോടെ നിൽക്കുന്ന കുക്കിയും അവന്റെ കൈ പിടിച്ച് തല താഴ്ത്തി നിൽക്കുന്ന ഐഷുവിനെയുമാണ്. ഡാഡി, മമ്മിയോട് ദേഷ്യപ്പെട്ടല്ലേ? അത് കേട്ടതും ഒന്നുകൂടി ദേഷ്യത്തോടെ ഐഷുവിന്റെ മുഖത്തേക്ക് തെവിൻ നോക്കുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോ ഇവൻ വന്ന് ചോദിച്ചില്ലേ, അപ്പോ മമ്മി ഇവനോട് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. ഡാഡി മമ്മിയെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. മമ്മി എന്റെ കൂടെ തന്നെ കിടക്കും, അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ മമ്മിക്ക് എന്തോ ഡാഡിയോട് പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. മമ്മി, ഗ്രാനിയോട് ഞാൻ ബെഡ് റെഡിയാക്കിയിടാൻ പറയാം കേട്ടോ. മമ്മി ഡാഡിയോട് പറഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ ഡാഡി ഇനി മമ്മിയോട് ദേഷ്യപ്പെട്ട ഞാൻ ഡാഡിയെ ശരിയാക്കും. ഓക്കെ മമ്മി, ഹാപ്പി ആയില്ലേ? ഞാൻ പോയിട്ട് വരാവേ. ഈശ്വര, ഒരു ബോംബിനുള്ള തിരികൊളുത്തിയിട്ടല്ലേ ആ കുട്ടി പിശാച് പോണത് എന്ന് ഐഷു മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കെ ആണ് കുക്കി മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. എന്താ നിന്റെ ഉദ്ദേശം? നിന്നോട് ഞാൻ പറഞ്ഞതെന്താ? ബട്ട് നീ ഇപ്പൊ ചെയ്യുന്നതെന്താ? വന്ന് അന്ന് തന്നെ കുക്കിയെ കയ്യിലെടുത്തല്ലേ എനിക്കെതിരെ സംസാരിപ്പിക്കാൻ വിധമാക്കി.
നമ്മൾ തമ്മിലുള്ള ഡീല് നീ മറന്നുപോയോ? അവൻ ജിയെ വെറുത്തിട്ട് എന്നെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, അല്ലാതെ അതിന് ഓപ്പോസിറ്റ് ആക്കാനല്ല. ഇങ്ങനെ പോയാൽ കുക്കിയെ പൂർണ്ണമായിട്ടും വെറുക്കും. അങ്ങനെ വല്ലത് സംഭവിച്ച സാർ സാർ പ്ലീസ്, സാർ വിചാരിക്കും പോലെ എനിക്ക് അങ്ങനെ യാതൊരുവിധ ദുരുദ്ദേശവും ഇല്ല. വന്ന് കയറിയ ഉടനെ എങ്ങനെ ഒരു കുഞ്ഞിന്റെ ഉള്ളില് വെറുപ്പുണ്ടാക്കിയെടുക്കുന്നത്? ഒന്നുമില്ലെങ്കിലും അവന്റെ അമ്മയുടെ സ്ഥാനത്തേക്കല്ലേ ഞാൻ വന്നത്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണെന്ന് വിചാരിച്ച അവനോട് സ്നേഹത്തോടെ പെരുമാറിയത്, അല്ലാതെ സാറിനെ വെറുക്കുന്ന രീതിയിലൊന്നും പെരുമാറണമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും കണ്ടിട്ടില്ല. അത് കേട്ടതും തെവിൻ മെല്ലെ ശാന്തനായി. ശേഷം അവൻ പറഞ്ഞു, നീ നീ ലേഡീസ് വോയിസിൽ സംസാരിച്ചാൽ മതി. ഇടയ്ക്ക് അങ്ങനെ കുക്കി കയറി വന്നാൽ അത് പിന്നെ വേറൊരു പ്രോബ്ലം ആകും. ഓക്കെ സാർ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് സാറിനോട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ്. സാറ് കുറച്ചുകൂടി കുക്കിമോനോട് സോഫ്റ്റായിട്ട് ഇടപഴകാൻ ശ്രമിക്കണം. ഒരു ക്വിക്ക് ടെമ്പർ കാണിച്ചാൽ അത് കുക്കിമോനിൽ സാറിനൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ നാളെ മാർക്കോസ് വരും. അവൻ എൻ്റെ ബോയ് ഫ്രണ്ടായാണ് ഞാൻ കുക്കിമോൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ കുക്കിമോനൊരു ഷോക്കായിരിക്കും. അവൻ വളരെ മോശമായിട്ട് തന്നെ ചിലപ്പോൾ മാർക്കോസിനോട് പെരുമാറാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് സാറ് ഒരു കാരണവശാലും കുക്കിമോനെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും പ്രവർത്തിക്കരുത്. കഴിവതും കുക്കിമോനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം സാറ് പെരുമാറാൻ. ഞാനിതൊക്കെ വന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ നാടകത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് സൂക്ഷിക്കണം, കുക്കി ചിലപ്പോൾ മാർക്കോസിനെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ടാവും. സോ നീ അതൊക്കെ ഒന്ന് മാർക്കോസിനോട് പറഞ്ഞിട്ട് വേണം അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം സാർ. പിന്നെ എങ്കിൽ ശരി സാർ, ഞാൻ കുക്കിമോൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒന്ന് നിക്ക്, നീ ഈ വേഷത്തിലാണോ കുക്കിയുടെ കൂടെ കിടക്കുന്നത്? അതെ, എന്താ സാർ? അതങ്ങനെ ശരിയാകും. നീ ഉറങ്ങിപ്പോയാ നിന്റെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ പോകത്തില്ലേ? ഉറക്കത്തിൽ എങ്ങാനും കുക്കി എഴുന്നേറ്റാ പിന്നെ നിന്റെ പിന്നെ അപ്പോഴത്തെ രൂപം കണ്ട് അവനെല്ലാം മനസ്സിലാവും. അവനൊരു ചെറിയ ഡൗട്ട് അടിച്ചാൽ മതി. നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. വലിയൊരു ഭൂകമ്പത്തിന് തന്നെയായിരിക്കും പിന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അത് കേട്ടതും പുഞ്ചിരിയോടെ ഐഷു പറഞ്ഞു, സാറി വെക്കിനെ പറ്റിയാണോ ഉദ്ദേശിച്ചേ? അത് പേടിക്കണ്ട, ഇത് അങ്ങനെയൊന്നും ഊരിപ്പോവില്ല. കാരണം ഇത് ഊരിപ്പോകാത്ത രീതിയിലാണ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഉറക്കത്തിൽ നല്ല ബോധമാ. ആരെങ്കിലും എൻ്റെ അടുത്തുകൂടി പോയാൽ പോലും ഞാൻ പെട്ടെന്ന് എണീക്കും. അതോർത്ത് സാറ് പേടിക്കണ്ട. അതല്ലടോ. അല്പം പരിഭ്രാന്തിയോടുകൂടി അവൻ പറഞ്ഞു തുടങ്ങി. അത് നിന്റെ ഈ ചെസ്റ്റിന്റെ അവിടെയൊക്കെ വെച്ചിരിക്കുന്നത് നീ ചിലപ്പോ ചരിഞ്ഞു കിടന്നുറങ്ങുമ്പോ സ്ഥാനം മാറുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വരികയോ ചെയ്ത പിന്നെ അതൊക്കെ കുക്കിയിൽ ഡൗട്ട് ഉണ്ടാക്കും. തെവിൻ തന്റെ ചൂണ്ടുവിരൽ ഐഷുവിന്റെ നെഞ്ചിനും നേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതും ഐഷു തന്റെ ഫേക്ക് മാറിടങ്ങളിലേക്കൊന്ന് നോക്കിയതിന് ശേഷം തെവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും കുഴപ്പമുണ്ടാവില്ല സാർ. ഈ ഡമ്മി ബ്രസ്റ്റ് ഞാൻ ഗ്ലൂ കൊണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു സാർ. അതുകൊണ്ട് പിന്നെ പോകാൻ സാധ്യത കുറവാ. പോരാത്തതിന് ഒരു കംഫർട്ട് തോന്നിക്കാൻ വേണ്ടി ഞാൻ ബ്രായി യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഡമ്മി ഫേക്ക് ബ്രസ്റ്റിനെ സ്വന്തം കൈകൾ കൊണ്ട് ഞെരിച്ചുടച്ചു കാണിച്ചു കൊടുത്തു. എന്നാൽ ഐഷുവിന്റെ പ്രവൃത്തി തെവിനിൽ അല്പം പരിഭ്രാന്തിയും അത്ഭുതവുമാണ് ഉണ്ടാക്കിയത്. അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഓക്കെ നീ പോയിക്കോ. കുക്കിംഗ് കൊണ്ട് എന്നെ അന്വേഷിക്കുന്നുണ്ടോ? ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഇതേ സമയം തെവിന്റെ ഓർമ്മകൾ അവനെ പിന്നിലേക്ക് നയിച്ചു. എന്തൊരു കയ്യായത്! പണ്ട് കൃഷിപ്പണി എങ്ങാനുമായിരുന്നു ജോലി. കയ്യിലെ തഴമ്പ് കാണുമ്പോഴേ അറിയാം സോഫ്റ്റായ സാധനങ്ങളിലൊന്നും ഇതുവരെ തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്ന്. ആര് പറഞ്ഞു? ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ ഇപ്പോഴും ഒന്ന് തൊട്ട് കാണിക്കാം. തന്റെ ഭൂതകാല ഓർമ്മകളിൽ നിന്നും പുറത്തിറങ്ങിയ തെവിന്റെ കണ്ണുകൾ എന്തിനേയോ വല്ലാതെ മിസ് ചെയ്യുന്ന പോലെ വിതുമ്പി.
ഇതേ സമയം ഏതോ ആലോചനയിൽ നിന്നെന്ന പോലെ മുറിക്കുള്ളിലേക്ക് കയറി വരികയായിരുന്നു ഐഷു. ഐഷുവിനെ കണ്ട് കുക്കി ചോദിച്ചു, മമ്മി മമ്മി എന്താ സാഡായി വരുന്നത്? വല്ലവരെയും മിസ് ചെയ്യുന്നുണ്ടോ? കുക്കിയുടെ ചോദ്യത്തിന് ഏതോ ലോകത്തെന്ന പോലെ ഐഷു മറുപടി പറഞ്ഞു, അമ്മച്ചിയെ വല്ലാതെ മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അത് കേട്ടതും ഒരു സംശയത്തോടെ കുക്കി ചോദിച്ചു, അമ്മച്ചിയെയോ? Who's that person? അപ്പോ എന്നെ ഇഷ്ടമല്ലേ? അപ്പോഴാണ് ഐഷു സ്വബോധത്തിലെത്തിയത്. അത് എനിക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടം എൻ്റെ കുക്കിമോനെയാണല്ലോ. പിന്നെ ഞാൻ അമ്മച്ചി എന്ന് പറഞ്ഞത് ഗ്രാനി. ഞാൻ ഗ്രാനിയെ അമ്മച്ചി എന്ന് പറഞ്ഞത്. ഒരുപാട് നാളായില്ലേ ഞാൻ ഗ്രാനിയെ കണ്ടിട്ട്, അതാ മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞത്. അപ്പൊ പപ്പയെ മിസ് ചെയ്യുന്നില്ലേ? ഗ്രാൻഡ്പയെ? ഉണ്ടല്ലോ, ഗ്രാൻഡ് പയ്യേയും മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡാഡിയെ മിസ് ചെയ്യുന്നില്ലേ? ഓ, ഈ കുരുട്ടടക്കെ കൊണ്ട് തോറ്റ് ഞാൻ. ഡാഡിയെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഡാഡിയോട് ഐ ലവ് യു ഉണ്ടല്ലേ? കുക്കിമോന്റെ ചോദ്യത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്ന ഐഷു. പെട്ടെന്നാണ് ചോദ്യം എന്താണെന്ന് അവൻ ശ്രദ്ധിച്ചത്. ഏയ് അത് അതാ അങ്ങനെയൊന്നുമല്ല. ബാബാ, നമുക്ക് ഉറങ്ങാം, മമ്മിക്ക് ഉറക്കം വരുന്നുണ്ട്. മമ്മി പറ, മമ്മിക്ക് ഡാഡിയോട് ഐ ലവ് യു ഉണ്ടോ? ഒരു തെല്ല് പരിഭ്രാന്തിയോടെ. അതാ പറഞ്ഞില്ലേ, ഉണ്ട്, വാ നമുക്ക് ഉറങ്ങാം, വന്ന് കിടക്ക്. ഓക്കേ മമ്മി. ആ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. അന്ന് അർദ്ധരാത്രിയായിട്ടും തെവിന് ഉറക്കമേ വന്നില്ല. അവൻ മെല്ലെ തൻ്റെ മുറിയിൽ നിന്നും കുക്കിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ചാരിയിട്ടിരുന്ന വാതിൽ മെല്ലെ ഉച്ചയുണ്ടാക്കാതെ തുറന്നു. അവൻ മുറിക്കുള്ളിലേക്ക് കടന്നപ്പോൾ അവന് തെല്ല ആശ്വാസമായി. കുക്കിയെയും ചേർത്ത് പിടിച്ചു കിടക്കുന്ന ഐഷു. അവൻ വന്നതുപോലെ തന്നെ തൻ്റെ മുറിയിലേക്ക് തിരിച്ചു നടക്കുവാൻ തുനിഞ്ഞു. വാതിൽ ചാറുന്ന ശബ്ദം കേട്ടാണ് ഐഷു ചാടി എഴുന്നേൽക്കുന്നത്. നിഴലനക്കം കണ്ട ഐഷു വല്ലാതെ ഭയന്നു. ദൈവമേ, ആരാ പോയത്? വല്ല കള്ളന്മാരും എങ്ങാനും ആണോ? കട്ടിലിനരികിൽ വെച്ചിരുന്ന ടേബിൾ ലാമ്പും എടുത്ത് അവൻ ആ നിഴലിന് പിന്നാലെ നീങ്ങി. പിന്നിൽ ശബ്ദം കേട്ടാണ് മുറിയിലേക്ക് പോകാൻ നിന്നിരുന്ന ദേവിൻ തിരിഞ്ഞു നോക്കിയത്. തന്നെ തല്ലാൻ കയ്യുമുയർത്തി പിന്നാലെ പാഞ്ഞു വരുന്ന ആ വ്യക്തിയെ അവൻ കടന്നു പിടിക്കുകയും ഭിത്തിയോട് ചേർത്ത് നിർത്തുകയും ചെയ്തു. ഇരുട്ടിൽ ജനൽ വഴി അടിക്കുന്ന നിലാവെളിച്ചത്തിൽ ഇരുവരും പരസ്പരം കണ്ടു. സാറായിരുന്നോ? ഞാൻ കരുതി എന്റെ വല്ല കള്ളന്മാരും ആയിരിക്കുമെന്നോ. അത് പറഞ്ഞതും കണ്ണുകൾ വിടർത്തി ചുണ്ടുകൾ കൂട്ടിക്കൊണ്ട് ഐഷു പറഞ്ഞു, ഞാൻ കരുതി കള്ളനായിരിക്കുമെന്നോ. ഇതേ സമയം ഐഷുവിന്റെ ചുണ്ടിലേക്ക് നോക്കിയ തെവിന് അവന്റെ നിയന്ത്രണം നഷ്ടമാകുവാൻ